നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. ഈസ്റ്ററിലേക്ക് നയിക്കുന്ന നോമ്പുകാലം ക്രിസ്തുമത വിശ്വാസികൾക്ക് ശുദ്ധീകരണത്തിന്റെയും ആത്മീയ ശാക്തീകരണത്തിന്റെയും കാലമാണ്. പ്രാർത്ഥന, ഉപവാസം തുടങ്ങിയവയിലൂടെ തങ്ങളുടെ ദിനരാത്രങ്ങൾ വിശ്വാസികൾ സ്വാർത്ഥകമാക്കുന്നു. വിവിധ ദേവാലയങ്ങളുടെ നേതൃത്വത്തിൽ നോമ്പുകാലത്ത് വൈവിധ്യമാർന്ന ആധ്യാത്മിക പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. ഈസ്റ്റർ നോമ്പിനോടനുബന്ധിച്ചുള്ള വ്യത്യസ്തമായ ഒരു പ്രവർത്തനത്തിന്റെ വിശേഷമാണ് നല്ല വാർത്തയിൽ ആദ്യം. ആലപ്പുഴ ജില്ലയിലെ കൊമ്മാടി തിരുകുടുംബ ദേവാലയത്തിലാണ് ഇത്. വായനയിലൂടെയും സാഹിത്യ ആസ്വാദനത്തിലൂടെയും സർഗാത്മക ചിന്തകളിലൂടെയും ക്രിസ്തുവിന്റെ മൂല്യങ്ങൾ സ്വാംശീകരിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. നോമ്പുകാലത്തെ ഓരോ ആഴ്ചയും ലോക സാഹിത്യത്തിലെ തിരഞ്ഞെടുത്ത കൃതികളുടെ അവതരണവും ചർച്ചയും സംഘടിപ്പിച്ചു. യേശുക്രിസ്തു പകർന്നു തന്ന പാഠങ്ങൾ ഈ കൃതികളിൽ കണ്ടെത്താൻ ഇവർ ശ്രമിക്കുന്നു. നിക്കോസ് കസാൻസാകിസ്, ലിയോ ടോൾസ്റ്റോയ്, ഹെർമൻ ഹെസെ, പാറപ്പുറം തുടങ്ങിയ എഴുത്തുകാരുടെ കൃതികൾ ചർച്ചയായി. ഫാദർ സേവ്യർ കുടിയാംശ്ശേരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയിൽ അധ്യാപകർ, എഴുത്തുകാർ എന്നിവർ ഉൾപ്പെടെ നിരവധി പേർ പുസ്തകങ്ങൾ പരിചയപ്പെടാനും ചർച്ച ചെയ്യാനുമായി എത്തി. ഫാദർ സേവ്യർ കുടിയാംശ്ശേരി നല്ല വാർത്തയോട്. കുറെക്കൂടി വിശാലമായ അർത്ഥത്തിൽ ജീസസ് ആരായിരുന്നു എന്ന് തിരിച്ചറിയാൻ പാകത്തിൽ ക്ലാസിക് രചനകളിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും വെസ്റ്റേൺ സാഹിത്യം മിക്കവാറും ജീസസിനെ അവതരിപ്പിക്കുന്ന സാഹിത്യമാണല്ലോ. അതില് വളരെ പ്രധാനപ്പെട്ട രചനകൾ എടുത്തിട്ട് വളരെ പ്രഗത്ഭരായ ആളുകൾ ആ കൃതികൾ പഠിച്ച് അവതരിപ്പിക്കുന്നതോടുകൂടി ജീസസിനെ കുറെക്കൂടി ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ലിയോ ടോൾസ്റ്റോയുടെ ഇവാൻ ഇല്ലിച്ചിന്റെ മരണം എന്ന് പറയുന്ന നോവൽ, T.S. എലിയറ്റിന്റെ വേസ്റ്റ്ലാൻഡ് എന്ന കവിത, കസാൻസാക്കീസിന്റെ ഗോഡ്സ് പൗപ്പർ എന്ന നോവൽ, അതേപോലെ പാറപ്പുറത്തിന്റെ അരനാഴിക നേരം, ഹെർമൻ ഹെസ്സയുടെ നാർസിസൂസ് ആൻഡ് ഗോൾഡ്മണ്ട് എന്ന് പറയുന്ന നോവൽ, ഹോപ്കിൻസിന്റെ കവിതകളിലെ ജീസസ്, ഇങ്ങനെ വളരെ പ്രഗത്ഭരായ വ്യക്തികൾ യേശുവിനെ അവതരിപ്പിച്ചിട്ടുള്ള നോവലുകളും കഥകളും കവിതകളും ഒക്കെ എടുത്തിട്ട് അവരൊക്കെ എപ്രകാരമാണ് ജീസസിനെ കണ്ടെത്തിയതെന്നും അതിലെ വളരെ ആഴമുള്ള അർത്ഥങ്ങൾ എന്തൊക്കെയാണെന്നും തേടുന്ന ഒരു കാര്യമാണ് ദർശൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ പരിശ്രമിക്കുന്നത്. വളരെ പ്രത്യേകിച്ചും നമുക്കെല്ലാവർക്കും അറിയാം, പാവങ്ങളെന്ന് പറയുന്ന നോവലുണ്ടല്ലോ. പാവങ്ങളിലെ ആ നോവലിൽ പ്രത്യക്ഷപ്പെടുന്ന ജീസസിന്റെ വളരെ വ്യക്തമായ ദർശനങ്ങൾ, അതോടൊപ്പം തന്നെ ഹെമിംഗ്വേയുടെ കിഴവനും കടലും എന്ന നോവലിൽ പ്രത്യക്ഷപ്പെടുന്ന ജീസസിന്റെ കാഴ്ചപ്പാട്, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ആളുകളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു അന്വേഷണം ദൈവത്തെ അറിയാനും സ്വയം അറിയാനും സഹായിക്കുന്ന ഒരു അന്വേഷണമാണ്. യേശുക്രിസ്തുവിന്റെ സന്ദേശങ്ങളും മൂല്യങ്ങളും ബൈബിളിലൂടെ മാത്രമല്ല വിവിധ സാഹിത്യ കോണുകളിലൂടെ മനസ്സിലാക്കാൻ പരിപാടി സഹായിക്കുമെന്ന് സംഘാടകർ അഭിപ്രായപ്പെടുന്നു. ഇന്ന് ഏപ്രിൽ 19, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ISRO ഒരു സുപ്രധാന നാഴികക്കല്ല് കൈവരിച്ചതിന്റെ സുവർണ ജൂബിലിയാണിന്ന്. കൃത്യം 50 കൊല്ലം മുമ്പ് ഇതേ ദിവസമാണ് ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട വിക്ഷേപിച്ചത്. 1975 ഏപ്രിൽ 19 സോവിയറ്റ് യൂണിയനിലെ കപ്പുസ്റ്റൻ യാറിൽ നിന്നായിരുന്നു വിക്ഷേപണം. 1.5 മീറ്ററോളം മാത്രം വലിപ്പമുള്ള 26 പരന്ന വശങ്ങളുള്ള പോളിഹെഡ്രോൺ ആകൃതിയായിരുന്നു ആര്യഭട്ടയ്ക്ക്. ഉപഗ്രഹ സാങ്കേതിക വിദ്യ ഏതാനും സമ്പന്ന രാജ്യങ്ങളുടെ മാത്രം കുത്തകയായിരുന്ന ഭൗമ രാഷ്ട്രീയ കിടമത്സരങ്ങളുടെ അരങ്ങായിരുന്ന കാലത്തായിരുന്നു ഈ രംഗത്തേക്കുള്ള ഇന്ത്യയുടെ പ്രവേശനം. എന്നാൽ ബഹിരാകാശ സാങ്കേതിക വിദ്യ പ്രയോജനകരവും പൗരകേന്ദ്രീകൃതവുമാകണം എന്ന വ്യക്തതയോടെയുള്ള കാഴ്ചപ്പാട് ഇന്ത്യയെ വ്യത്യസ്തമാക്കി. ആര്യഭട്ടയെ തുടർന്ന് ഇങ്ങോട്ട് 130-ലധികം ഉപഗ്രഹങ്ങൾ, ആശയവിനിമയം, കാലാവസ്ഥാ പ്രവചനം, നാവിഗേഷൻ, ശാസ്ത്ര ഗവേഷണം, ഭൗമ നിരീക്ഷണം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ ജീവിതത്തെ ഗുണപരമായി സ്വാധീനിച്ചു. കാലാവസ്ഥാ ദുരന്തങ്ങൾ ഫലപ്രദമായി പ്രവചിച്ച് 10,000 കണക്കിന് ജീവനുകൾ രക്ഷിച്ചു.
50-ലധികം പ്രവർത്തനക്ഷമമായ ഉപഗ്രഹങ്ങൾ നിലവിൽ ഭ്രമണപഥത്തിൽ ഇന്ത്യയുടേതായി ഉണ്ട്. 1975 വരെ സ്വന്തമായി ഒരു ഉപഗ്രഹം പോലും ഇല്ലാതിരുന്ന ഒരു രാജ്യം ഇന്ന് 34 രാജ്യങ്ങൾക്ക് വേണ്ടി 430-ലധികം ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു കഴിഞ്ഞു. മറ്റൊരു ഇന്ത്യൻ വികസനഗാഥ. മലയാളിയായ ഒരു കായിക താരത്തെ പരിചയപ്പെടാമനി. ന്യൂഡൽഹിയിൽ നടന്ന ഖേലോ ഇന്ത്യ പാരാ പവർ ലിഫ്റ്റിംഗിൽ സ്വർണ്ണ മെഡൽ നേടിയ ജോബി മാത്യു. 65 കിലോ വിഭാഗത്തിൽ 148 കിലോ ഭാരമുയർത്തിയാണ് ജോബി സ്വർണ്ണം നേടിയത്. പാരാലിഫ്റ്റിംഗ്, പഞ്ചഗുസ്തി എന്നീ ഇനങ്ങളിൽ ഇതിനു മുൻപും ഒട്ടേറെ ദേശീയ അന്താരാഷ്ട്ര വേദികളിൽ നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള ജോബി കോട്ടയം പാലാ സ്വദേശിയാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി കായിക രംഗത്ത് സജീവമാണ് ഇദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാർച്ച് മാസത്തിലെ മൻ കി ബാത് പരിപാടിയിൽ ജോബിയുടെ നേട്ടങ്ങളെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. ജന്മനാ കാലുകളെ ബാധിച്ച രോഗമുയർത്തുന്ന വെല്ലുവിളികളെ മറികടന്ന് നേട്ടങ്ങൾ കൊയ്യാൻ കഠിനാധ്വാനവും ആത്മവിശ്വാസവും സമർപ്പണവുമാണ് ജോബിക്ക് കൈമുതലായത്. സമുദ്ര ആവാസ വ്യവസ്ഥയിലെ സുപ്രധാന കണ്ണികളാണ് കടലാമകൾ. പവിഴപ്പുറ്റുകളുടെയും കടൽ സസ്യങ്ങളുടെയും ഒക്കെ ആരോഗ്യം നിലനിർത്താൻ അവ സഹായിക്കുന്നു. കൗതുകകരമാണ് കടലാമകളുടെ പ്രജനനം. മുട്ടയിടാൻ തങ്ങൾ പിറന്ന തീരം തേടി വർഷങ്ങൾക്ക് ശേഷം ആയിരക്കണക്കിന് കാതങ്ങൾ താണ്ടി കടലാമകൾ എത്താറുണ്ട്. രാത്രികളിൽ കടൽ തീരത്ത് ഇഴഞ്ഞു കയറി മണലിൽ കുഴികൾ ഉണ്ടാക്കി മുട്ടയിട്ട് കുഴികൾ ഭദ്രമായി മൂടി ആമകൾ കടൽ യാത്ര തുടരും. 1.5 മുതൽ 2 മാസം വരെ സമയമെടുക്കും മുട്ടകൾ വിരിയാൻ. മുട്ട വിരിഞ്ഞ് പുറത്തെത്തുന്ന ആമക്കുഞ്ഞുങ്ങൾ കടലിലേക്ക് കുഞ്ഞിക്കാലുകൾ വെച്ച് നടന്നിറങ്ങും. എന്നാൽ തീരശോഷണവും മനുഷ്യരുടെ ഇടപെടലും പ്രകൃതിയിലെ വെല്ലുവിളികളുമൊക്കെ ഈ പ്രക്രിയയിൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കടലാമയുടെ നിലനിൽപ്പിന് തന്നെ ഇതൊക്കെ വെല്ലുവിളിയായേക്കാം. അതിനാൽ തന്നെ ഈ ഘട്ടത്തിലെ കടലാമകളുടെ സംരക്ഷണത്തിന് വലിയ പാരിസ്ഥിതിക പ്രാധാന്യമുണ്ട്. കടലാമകളിൽ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ഒലീവ് റിഡ്ലി കടലാമകൾ. ഇവ കേരളത്തിലും കൂട്ടത്തോടെ മുട്ടയിടാൻ എത്താറുണ്ട്. ഒലീവ് റിഡ്ലി കടലാമകളെ സംരക്ഷിക്കാൻ കേരളത്തിൽ അങ്ങിങ്ങ് നടക്കുന്ന ചില പരിശ്രമങ്ങളെക്കുറിച്ച് ഇനി അറിയാം. തീരദേശ ജനതയുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും പ്രകൃതി സ്നേഹികളുടെയും ഒക്കെ സഹായത്തോടെ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ച് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആർ കീർത്തി നല്ല വാർത്തയുണ്ട്. ഇപ്പൊ കാസർഗോഡ് ജില്ല എടുക്കുവാണെങ്കിൽ അവിടെ നെയ്തൽ എന്ന് പറഞ്ഞ NGOയോടൊപ്പം സോഷ്യൽ ഫോറസ്ട്രി വിങ്ങും മരക്കാപ്പ്, നീലേശ്വരം, കാവുകോന്നി എന്നുള്ള ഈ സ്ഥലങ്ങളിൽ 1000-ന് മേലെ ഒലീവ് റിഡ്ലി ടേർട്ടിൽസിന്റെ എഗ്സിനെ കൺസേർവ് ചെയ്ത് അതിനെ റിലീസ് ചെയ്തിട്ടുണ്ട് ഹാച്ചിങ്ങിന് ശേഷം. അതുപോലെ തന്നെ കണ്ണൂരിൽ നല്ലൊരു ഇന്റർവെൻഷൻ ആണ് ചെയ്തിരിക്കുന്ന സാമൂഹ്യ വനവൽക്കരണ വിഭാഗം. ചാൽ ബീച്ചിൽ നമ്മളൊരു ടേർട്ടിൽ റെസ്ക്യൂ സെന്റർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റീസിന്റെ ഒപ്പം പഞ്ചായത്തിന്റെ ഒപ്പവും ചേർന്ന് അവിടെ തന്നെ നമ്മൾ ഇപ്പൊ ഇത്തവണ നമുക്ക് ലഭിച്ചതൊരു 200 എഗ്സ് ആണ്. അവരെല്ലാം സംരക്ഷിച്ച് നമ്മൾ അവരെ സീയിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് തന്നെ കൊളവിപ്പാലത്ത് തീരം ടേർട്ടിൽ കൺസർവേഷൻ NGOന്റെ ഒപ്പം കൂടെ ചേർന്ന് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം നമുക്ക് ഇത്തവണ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കൊളവിപ്പാലത്ത് 101 എഗ്സ് കിട്ടി. അതിനെ നമ്മളെല്ലാം ഇപ്പൊ ഹാച്ച് ആയിട്ടുണ്ട്, ഒരു ക്ലച്ച് ഹാച്ച് ആയിട്ടുണ്ട്. അപ്പൊ അതിനെ നമ്മൾ ഉടൻ തന്നെ റിലീസ് ചെയ്യുന്നതായിരിക്കും. മലപ്പുറത്തിലും അതുപോലെ തന്നെ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ഒരുപാട് ടെമ്പററി ഷെൽട്ടേഴ്സ് ഇവരുടെ നെസ്റ്റ് സംരക്ഷിക്കാൻ, ഇവരുടെ എഗ്സ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വാച്ചേഴ്സിനെ വെച്ചിട്ടുണ്ട്. ആ എഗ്സിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആലപ്പുഴയിലും ട്രിവാൻഡ്രത്തും കൊല്ലത്തും എല്ലാവിടെയും ഈ കോസ്റ്റൽ റീജിയൻസിലെല്ലാം നമ്മൾ വാച്ചേഴ്സിനെ, എല്ലാവിടെയും കേരളം ഒട്ടാകെ നമ്മൾ വാച്ചേഴ്സിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് ഈ എഗ്സിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. ഒലിവ് റിഡ്ലി കടലാമകൾ പോലെ ഏറെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ജീവികളെ വംശനാശ ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കാൻ ഇതുപോലുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾ ഏറെ അനിവാര്യമാണ്. നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം nallavaartha@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്തകൾ അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം അവതരണം മയൂഷ AM. തയ്യാറാക്കിയത് അരവിന്ദ്. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.